വിസിറ്റേഷൻ ഓർ ഡ്വെല്ലിംഗ്. അതിഥിയായിട്ടാണോ ഉടമസ്ഥനായിട്ടാണോ യേശു? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എനിക്കത് തരണമേ, ഇത് തരണേ, എൻ്റെ മക്കൾ പഠിക്കണമേ, പരീക്ഷയിൽ നല്ല മാർക്ക് തരണേ, കല്യാണം നടത്തിയത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവ് കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്നുണ്ട്. തന്നില്ലേ നമുക്ക് വലിയ ദുഃഖമാണ്. അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ കർത്താവിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേടിത്തന്നാൽ പിന്നെ നാളെ തൊട്ട് നമ്മൾ കർത്താവിനെടുക്കുക വരത്തിലാണ്. അങ്ങനെയല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒരാവശ്യം വരുമ്പം തരാവുന്ന ഒരു ജീനിയെ പോലെ യേശുവിനെ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാത്തിൻ്റെ ഉടമസ്ഥനാണല്ലോ യേശു. അത് ദൈവത്തിന് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. കർത്താവിനെ വിളിച്ചു വരുത്തും. നമ്മൾ വലിയ പാർട്ടി നടത്താൻ നമ്മൾ യേശുവിൻ്റെ സ്തോത്രയാകാണ് മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്. എന്നിട്ട് മുൻവശത്തൊരു നല്ലൊരു സെറ്റ് സോഫ ഡെക്കറേറ്റ്, അവിടെ ഇരുന്നോണേ, അവിടെ ഇരുന്നോണേ, പുറത്തോട്ട് നോക്കല്ലേ, അടുക്കളയിൽ വന്നേക്കല്ലേ, അവിടെ മാത്രമേ ഇരുന്നോണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ചർച്ചിലാണേലും ഞായറാഴ്ച വരും, പിന്നെ തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. അത് ആരെങ്കിലും തീ കത്തിച്ചെങ്കിൽ കത്തി. യേശു വരുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയാണോ, അതോ യേശു വന്നിട്ട് എന്നിൽ വസിക്കാനാണോ? ഇത് രണ്ടും രണ്ട് ധ്രുവമാണ്, രണ്ട് കാര്യമാണ്. ഈസ് ഹി ആക്ച്വലി വിസിറ്റിംഗ് യു, ഒരു അതിഥിയെ പോലെ വരിക മാത്രമാണോ, അതോ ഈസ് ഹി ആക്ച്വലി ഇൻഡ്വെല്ലിംഗ് ഇൻ യു, നിന്നിൽ വസിക്കുന്നുണ്ടോ? എൻ്റെ ഭവനത്തിൽ യേശു ഉണ്ട്, ഈ ഭവനത്തിൻ്റെ നാഥൻ യേശു എന്നൊക്കെ പണ്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നമ്മൾ കാണുമായിരുന്നു. ഈ ഭവനത്തിൻ്റെ നാഥൻ യേശുവാണ്. ഹീസ് ദി അതോറിറ്റി, ഹീസ് ദി ഓതർ. ഇതിൻ്റെ ഉടമസ്ഥാവകാശം യേശുവിനാണ്. നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സകല സ്ഥലങ്ങളും രാജാവിൻ്റേതായിട്ടാണ് പ്രോപ്പർട്ടി റൈറ്റ് ഉള്ളത്. പിന്നെ ലീസ് റൈറ്റിലെ ആളുകൾക്ക് അവിടെ എടുക്കാനൊക്കത്തുള്ളൂ. അത് 999 ഇങ്ങനെ 1000 വർഷത്തിന് ഒരു കുറവ് വെച്ചിട്ട് അങ്ങനെയാണ് അവർ ലീസ് എഴുതുന്നത്. കാരണം പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ രാജാവാണ്, അല്ലെ രാജ്ഞിയാണ്. ദാറ്റ് ഈസ് ഫ്രം ദ ബൈബിൾ. ഭൂമിയുടെ സകലത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പം ദൈവത്തിൻ്റെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ സത്യം പറഞ്ഞാൽ ദൈവത്തെ ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കണം. ആഴമേറി അവൻ്റെ അടുക്കിലേക്ക് വരുമ്പം യേശു ഇല്ലാതെ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? എന്നാൽ അവനെ അനുവദിക്കുന്നുണ്ട്, പോയച്ചു വാന്ന്. പക്ഷെ അങ്ങനെ അങ്ങ് വിടാനൊക്കുമോ? അങ്ങനെ വിട്ടിരുന്നെങ്കിൽ എല്ലാവരും നശിച്ചു പോകത്തില്ലേ? അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു പറഞ്ഞ് പിതാവിൻ്റെ സങ്കടം കണ്ടിട്ട് ഞാൻ പോകാം. ആര് പോകും? പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആര് പോകുമെന്ന് ചോദിക്കുമ്പം യേശു പറയുന്നത് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലൊരു തീരുമാനം എടുത്തിട്ട് മാത്രമാണ് യേശു കടന്നു വന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ജീവിതത്തിൽ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അങ്ങോട്ട് പറയണം, യേശുവെ ഞാൻ തയ്യാറാണ് ഇത് ചെയ്യാൻ, എനിക്ക് കഴിവല്ല, ഐ ആം അവൈലബിൾ, അതായത് ഞാൻ വില്ലിങ് ആണ് ഇത് ചെയ്യാൻ, എന്നെ പഠിപ്പിക്കുക, എന്നെ ബലപ്പെടുത്തുക. അവിടെയാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ അടുപ്പിക്കണം. ഈ ജെറമയ 30:21 പറയുന്നു, ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും, ഞാൻ അല്ലാതെ എന്നോട് അടുക്കാൻ ധൈര്യമുള്ളവൻ ആര്? അപ്പം ദൈവം ഒരാളെ അടുപ്പിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണിപ്പോൾ. ഈ അപ്പോസ്തലപ്രവൃത്തി 13:2-3 കാണുന്നുണ്ട്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്നു, വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ശൗലിനെയും ബർന്നബാസിനെയും മാറ്റിയത്. അപ്പോൾ ഓർക്കണേ, ആരെങ്കിലും വചനം പറയുന്നവരോ അല്ല ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുരോഹിതന്മാർ, അവരൊക്കെ ദൈവം വിളിച്ചവർ മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ലാത്തവർ വന്നവർ നിൽക്കാനൊക്കത്തില്ല. അവർക്കൊരു വിളിയുണ്ട്. അത് മാനിക്കാൻ നമ്മൾ പഠിക്കണം. ദൈവം വെച്ചിരിക്കുന്നതായ പദവി അവർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളത് മാനിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. ഒരു പ്രവാചകനായിട്ട് സ്വീകരിച്ചാൽ അത് നിനക്കാണ് പ്രയോജനം. പുരോഹിതനായിട്ട് കിട്ടിയാൽ അദ്ദേഹം ഒരു കൈവച്ച് നമ്മളെ അനുഗ്രഹിച്ചത് തന്നെ. ആരെ വിളിക്കുന്നവർക്ക് എന്ത് പദവി ഉണ്ടെന്നുള്ളത് ദൈവമാണ് നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ മാനിക്കുക തന്നെ വേണം. കർത്താവ് ആത്മാവിൻ നമ്മളോട് പറയുന്നത്, നമ്മളൊരു കുശവൻ്റെ കയ്യിലെ പാത്രം പോലെയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ കൊടുക്കുമ്പോൾ കർത്താവ് പറയാണ്, ഈ പാത്രം എനിക്കിഷ്ടമുള്ള വിധത്തിൽ ഞാൻ രൂപാന്തരപ്പെടുത്തിയിട്ട് ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പം നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം അവൻ്റെ വിസിറ്റേഷൻ, അതായത് പ്രാർത്ഥന നടത്തുമ്പോൾ ഈ റിട്രീറ്റൊക്കെ നടത്തുമ്പോൾ 2-3 ദിവസമൊക്കെ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ഈ പോർട്ടലൊക്കെ ചെല്ലെങ്കിൽ നമുക്ക് കാണാം ഇന്ന് ദൈവത്തിൻ്റെ വിസിറ്റേഷനുണ്ട്. നമ്മൾ വിസിറ്റേഷൻ മാത്രമേ ആഗ്രഹിക്കുന്നു. ഒന്ന് കർത്താവ് ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്നാൽ നമുക്കെന്തൊരു സന്തോഷമാണ്. ഇന്നത്തെ പ്രാർത്ഥന, അല്ലെ ഇന്നത്തെ വചനം, ഇന്നലത്തെ ശുശ്രൂഷ, എത്ര അനുഗ്രഹം. അതൊരു വിസിറ്റേഷൻ മാത്രം. ഇസ് ഹി ലിവിങ് ഇൻസൈഡ് യു? വിസിറ്റേഷൻ പറയുമ്പോൾ മുൻവശത്തെ റൂമിൽ ഇരുത്തിയേച്ച് കാര്യം കഴിയുമ്പോൾ അപ്പച്ചൻ പോകണം, പിന്നെ ഇവിടെ ഇരിക്കാനൊക്കത്തില്ല.
3 മണിക്കൂറാണ് 2 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് അത് കഴിയുമ്പം പോകണം, അല്ലെ പ്രശ്നമാണ്. ഒരു ഗസ്റ്റ് വരുമ്പം നമ്മൾ പറയാം അവർ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെ ലഞ്ചിന്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വൈകിട്ട് 4 മണിയായി, വൈകിട്ട് രാത്രിയായി പോകുന്നില്ല, പിറ്റേ ദിവസവും പോകുന്നില്ല, നമുക്ക് വെപ്രാളം വരും. കാരണം അവരെ വിളിച്ചത് ആകെ ഇച്ചിരി നേരത്തേക്കാണ്. അത് തന്നെയാണ് നമ്മൾ യേശുവിനോട് കാണിക്കുന്നത്. യേശുവിനെ വിളിച്ചിട്ട് അവന് പൂർണ്ണ അധികാരം നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാൻ ഒക്കുമോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന്, യേശുവിൽ നിന്ന് വാങ്ങിച്ച് അനുഭവിക്കുന്ന മക്കളോടാണ് ഈ പറയുന്നത്, എല്ലാം നിൻ്റേത്. അത് ദാവീദ് ഒരു പ്രാവശ്യം പറയുന്നില്ല, എല്ലാം ഞാൻ നിന്നിൽ നിന്ന് വാങ്ങിച്ച് നിന്നിലേക്ക് തരുന്നു. അത് പറയാനൊക്കെ ആത്മാവില്ല. അതുകൊണ്ട് കൊടുക്കാൻ മടിയില്ലല്ലോ, തന്നതല്ല അവൻ്റേതല്ലേ. ഈ ഒത്തിരിയും ഈ പഠിപ്പീര് വന്ന് അനേക ബുക്കുകൾ പഠിച്ച് ഈ ദൈവത്തിൻ്റെ സത്യങ്ങൾ നമ്മളങ്ങ് ഡൈല്യൂട്ട് ചെയ്യുന്നു പറയും. അതായത് സത്യങ്ങൾ നമ്മൾക്ക് അറിയാൻ വയ്യാത്ത, എന്നിട്ട് നമ്മൾ ഈ പഠിച്ച ഏതാണ്ടൊക്കെ കാര്യം അവർ പഠിച്ച് അവർ വിഷയത്തെ മാത്രം ഇങ്ങനെ ഗമ പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് പൈസ ഉണ്ടാക്കും, അത് ശരിയാ. പക്ഷേ വേർ ഈസ് ദ ലിവിങ് ഡ്വെല്ലിങ് സ്പിരിറ്റ് ഇൻസൈഡ് യു? അതില്ലെങ്കിൽ കർത്താവ് സങ്കടപ്പെടുന്നു. എന്ത് നമ്മൾ ഓർക്കണം, ദ ജോയ് ഓഫ് ദ ലോഡ് ഈസ് അവർ സ്ട്രെങ്ത്. ഈ റിവൈവൽ മീറ്റിങ്സിൽ പോയിക്കിട്ടുണ്ട്. റിവൈവൽ മീറ്റിങ്ങിന് ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ പ്രാർത്ഥന നടത്തും. അവിടെ വലിയ അതിശയങ്ങൾ നടക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ ഒരു അനക്കവും ഇല്ല. അത് തന്നെയാണ് വർഷത്തിൽ ഒരിക്കലും ഒരു വലിയ ബഹളം. അത് അത്രയും ഒക്കത്തുള്ളതൊന്നുമല്ലല്ലോ. പോയിൻ്റ് ഈസ് വിസിറ്റേഷൻ ആണോ ഡ്വെല്ലിംഗ് ആണോ? വെറുതെ ഒരു ഗസ്റ്റിനെ പോലെ വിളിച്ചു വന്ന് ഉന്നസത്തെ കസേര ഇരുത്തുക മാത്രമാണോ? അതോ എൻ്റെ വീട്ടിൻ്റെ അധികാരിയായിട്ട് വസിക്കുന്ന, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു താമസക്കാരനാണ്? താമസക്കാരെന്ന് പറഞ്ഞാൽ അധികാരിയാണവൻ. അത് വലിയ ഡിഫറൻസാണ്. വിസിറ്റേഷൻ ബ്ലെസ്സസ് us for a short period, but a dwelling place is for God is something that for his interest and for his desire. അവൻ്റെ ആഗ്രഹവും അവൻ്റെ കാര്യങ്ങളും ചെയ്തെടുക്കാനാണ് ഈ ഭവനം. അങ്ങനെ നമ്മൾ പറയുമോ? അവൻ്റെ കാര്യം ചെയ്യാനാണ്, അവന് വേണ്ടി ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. അതൊന്ന് ചെയ്തു നോക്ക്, അപ്പോൾ പ്രതിഫലമുണ്ട് നിശ്ചയമാണ്. പക്ഷേ ഇതെല്ലാം ഈ മനസ്സിനകത്താണ്. ദീസ് ആർ കോൾഡ് ആറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻസ്, അല്ലെങ്കിൽ ബിലീഫ്സ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പറയുകയാണ്, എൻ്റെ ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, എൻ്റെ ഭവനത്തിൽ യേശു ഉണ്ട്, എൻ്റെ മക്കളിൽ യേശു വന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ഭർത്താവ് യേശുവിന് വേണ്ടി തന്നെ തീരും, എൻ്റെ ഭവനത്തിൽ എൻ്റെ ചേർച്ച യേശുവിൻ്റേതാണ്. അത് ഏത് സ്ഥാപനം അല്ലെങ്കിൽ സഭ, അത് ഇതിൻ്റെ കാര്യസ്ഥൻ യേശുവാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങളെ ഞാൻ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ എൻ്റെ ആത്മാവിനെ കാര്യസ്ഥൻ്റെ ജോലി എന്തുവാ? കാര്യസ്ഥനെ പറഞ്ഞു വിടും. കാര്യസ്ഥൻ്റെ ജോലി എന്തുവാ? വീട്ടിലെ സകല കാര്യവും നല്ലതായിട്ട് ഏറ്റവും ഉചിതമായിട്ട് ചെയ്തെടുക്കുന്ന വ്യക്തി. എവിടെയാ കാര്യസ്ഥൻ? പണ്ട് ഭവനങ്ങളിൽ കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. അവിടുത്തെ അപ്പച്ചന്മാർക്ക് വലിയ ബലമോ കഴിവോ ഇല്ലെങ്കിലും ഈ കാര്യസ്ഥൻ നല്ല വിവേകമുള്ളവനാണ്. ഹിന്ദു ഫാമിലീസ് കണ്ടിട്ടില്ലേ? കാര്യസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട്. ഒന്നും അവിടുത്തെ ഉള്ളവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രിവി പേഴ്സി വന്നപ്പോഴേ അവരുടെ വരുമാനം അങ്ങ് നിന്നുപോയി. പെട്ടെന്ന് അവരെല്ലാം ദരിദ്രരായി മാറി. കാരണം അവർക്ക് പഠിത്തമില്ല, അവരുടെ പ്രോപ്പർട്ടി എവിടെയാണെന്ന് അറിയത്തില്ല. എങ്ങനെ? അതിനകത്തിനും കാര്യസ്ഥൻ വേണം. കാര്യസ്ഥൻ വേണമെങ്കിൽ കാശ് വേണ്ടേ? കാശില്ല. അങ്ങനെ മിക്ക പിന്നെ അവരുടെ ഹിന്ദു ഫാമിലീസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നശിച്ചു പോകും. എ ഹോം ഓണർ ഡസ് നോട്ട് വിസിറ്റ് ഹിസ് ഓൺ ഹോം, ബട്ട് ഹി ലിവ്സ് ദെയർ. His divine visitation, His divine presence is there. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വീട് നിറയണം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നടുന്ന വൃക്ഷങ്ങൾ ഫലമുണ്ട്. ഞാൻ നടക്കുന്ന എൻ്റെ മക്കൾ ശുദ്ധിയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവാത്മാവിൽ കൂടെ ചെയ്തെടുക്കണം. ഇത് കോൺഷ്യസ് ആയിട്ട് പറയണം. അല്ലെങ്കിൽ ഇത് നമ്മൾ അറിയാതെ വേലി പൊളിച്ച് കുറുനരികൾ കയറി ഈ വർഷം അനുഭവിക്കേണ്ടതായ മുന്തിരിയുടെ ചെറു പൂക്കൾ പോലും അത് നശിപ്പിച്ച് ചവിട്ടി ഇല്ലാതാക്കും. നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ അറിയാം. നമുക്കൊക്കെ കഴിഞ്ഞ 4 മാസം മുമ്പ് തമിഴ്നാട്ടിൽ കുറേ കൃഷി ചെയ്തു. നന്നായിട്ട് വിളവ് വന്നു, യേശു വന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റിൽ ആ നോക്കേണ്ട മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. പന്നി കയറി വന്ന് എല്ലാം ഒട്ടുമുക്കാലും നശിപ്പിച്ചു. എന്താ? നോക്കാൻ ആളില്ലെങ്കിൽ നശിച്ചു പോകും. ഉടമസ്ഥൻ യേശുവാണോ ഉടമസ്ഥൻ? യേശു ഉണ്ടോ? കർത്താവേ, നീ ആത്മാവിൽ എഴുന്നള്ളി വരുമോ? നിന്നോട് ചോദിക്കുക ഞങ്ങൾ, എവിടെയാണ് നീ? ചോദിച്ച് നമുക്ക് വിളിച്ചു വരുത്താം. കർത്താവേ, നീ കടന്നു വരാതൊക്കത്തില്ല. വി ആർ ഓൾ സ്കാറ്റേർഡ് സ്റ്റോൺസ്. എൻ്റേതെന്ന് പറയാനൊന്നും നമുക്കില്ല.
എല്ലാം ദൈവത്തിന് കൊടുക്കണം. അവർ ലോഡ് ഈസ് ഇൻ ക്വസ്റ്റ് ഫോർ എ പ്ലേസ് ടു ലേ ഹിസ് ഹെഡ്. അതായത് ദൈവത്തിന് കർത്തൃത്വം നടത്താൻ, ലോഡ്ഷിപ്പ് എന്നതിന് പറയുന്നത്, ഓപ്പറേറ്റീവായിട്ട് പ്ലേ ചെയ്യുന്ന നമ്മുടെ ഹൃദയം കൊടുക്കണം, നമ്മളെ തന്നെ കൊടുക്കണം. ഇവനെൻ്റെ പ്രിയപുത്രൻ യേശുവിനെക്കുറിച്ച് ഈ കർത്താവിൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞപ്പം സ്വർഗം തുറക്കുന്നതും പിതാവാം ദൈവം മുകളിൽ നിന്ന് താഴോട്ട് പറഞ്ഞ ശബ്ദം കേൾക്കും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവന് ചെവി കൊടുക്കുക. അങ്ങനെ ദൈവം നമ്മളെക്കുറിച്ച് പറയുമോ? ഇവൻ എൻ്റെ പ്രിയപുത്രി, അല്ലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, അവന് നീ ചെവി കൊടുക്ക എന്ന് ദൈവം പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എവ്രിത്തിങ്, അല്ലേ? അതല്ലേ വലിയ കാര്യം. ഈ ലോകം മുഴുവൻ തിരിച്ചു മറിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ച ജോലി 100% വിശ്വസ്തത പാലിക്കുക. അവൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും, അതായത് ഈ ജീവനുള്ള കല്ലുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അവരെല്ലാം അങ്ങനെ ചിതറിക്കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഈ പ്രേയർ ഗ്രൂപ്പിൽ തന്നെ ആദ്യം വരുന്നവർക്ക് നമ്മളെ മനസ്സിലാകില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം അവരെല്ലാം അവരുടെ ഭാരം പറയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ബിക്കോസ് വി ബിക്കം വൺ ഹൗസ്. അതാണ് കുടുംബം, അതാണ് ചേർച്ച്, അതാണ് സഭായോഗം. പക്ഷെ എത്രയിടത്തുണ്ട് ഈ സമാധാനം? ദൈവം നമ്മളെ പിടിച്ചു മാറ്റുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആർ യു ലോഡ് വിസിറ്റിംഗ് ഓൺലി ഓർ ആർ യു ഡ്വെല്ലിങ്? അവിടുന്ന് ഞങ്ങളെ ചുമ്മാതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കൊരു വലിയ വിസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സാന്നിധ്യം കാണിച്ച് വെച്ച് അങ്ങ് പോവുകയാണോ? അതോ അവിടുന്ന് ഞങ്ങളിൽ പൂർണ്ണമായിട്ടും വസിക്കുന്നുണ്ടോ? ചോദിക്കുകയാണ്. അറിഞ്ഞുകൂടാ. ചോദിക്കുന്ന കർത്താവേ, പൂർണ്ണമായിട്ടും വസിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളിൽ തന്നെയല്ല, ഞങ്ങളുടെ ഭവനത്തിലെ, ഭർത്താവിലെ, മക്കളിലെ, മരുമക്കളിലെ, പെൺമക്കളിലെ, ഞങ്ങളുടെ കൊച്ചുമക്കളിലെ, ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലെ, വസ്തുവകളിലെ, വാഹനങ്ങളിലെ, ചെടികളിൽ, നമ്മളെവിടെയെല്ലാം കാലുകുത്തുന്നു അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു. അത് വിളിച്ചു പറഞ്ഞത് അനുസരണം കൊണ്ടാണ്. അബ്രഹാം അനുസരിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ അത് അനുഗ്രഹമാക്കി മാറ്റുക ചെയ്തു. ഞങ്ങൾക്കിപ്പോഴും വിശ്വാസത്തിൻ്റെ തളർച്ചയുണ്ടോ? വിശ്വാസം ഉറപ്പുള്ളതാണ്. പാറമേൽ ഞാൻ വീട് പണിയുമെന്ന് പറയുമ്പോൾ ആ പാറയാകുന്ന ക്രിസ്തുവിലാണോ ഞങ്ങൾ നിൽക്കുന്നത്? അതോ ഞങ്ങൾ ചഞ്ചലിക്കുന്നവരാണോ അങ്ങോട്ടും ഇങ്ങോട്ടും? നിൻ്റെ ഭവനമാണോ അതോ വെറുതെ അപ്പച്ചനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചേച്ച് 4 പേരെ കാണിച്ചു ഇവിടെ ദൈവം ഉണ്ട് എന്ന് പറയുന്നു? ക്ഷമ ചോദിക്കുന്നു അപ്പച്ച, ക്ഷമ ചോദിക്കുന്നു. ഷുഡ് നോട്ട് ബി എ വിസിറ്റേഷൻ. വന്നേച്ച് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്ന അനുഭവം ഉണ്ടാകില്ലേ? എല്ലാം സർവ്വതും നിൻ്റെ ദാനമാണ്. സർവ്വതും നിന്നിൽ നിന്ന് വാങ്ങിച്ച, സർവ്വതും നിൻ്റേത്. മക്കൾ നിൻ്റേത്, ഭർത്താവ് നിൻ്റെ, ഭാര്യ നിൻ്റേത്, കൊച്ചുങ്ങൾ, കൊച്ചുമക്കൾ, സ്ഥലങ്ങൾ എല്ലാം നിൻ്റേത് മാത്രം. അല്പകാലത്തേക്ക് ഇവയെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കാൻ തന്നതിൽ നന്ദിയോടെ, വിനയത്തോടെ, നന്ദിയുള്ളൊരു ഹൃദയം സൃഷ്ടിച്ചു തരണം. ഇവിടെ ഒരു സ്വർഗീയ പറുദീസ ഉണ്ടാക്കാൻ തക്കാണ് ഞങ്ങളെ അനുവദിക്കും. ഞങ്ങളുടെ തലമുറകൾ കയറി വരുമ്പം അവിടെ നല്ല അനുഗ്രഹത്തിൻ്റെ പൂന്തോട്ടം ഉണ്ടായിരിക്കണം. ഫലവൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. അനുഗ്രഹത്തിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തയോടെ, സ്നേഹത്തോടെ സംസാരിക്കാൻ ഇടയാക്കണം. ദൈവമാണ് ഉടമസ്ഥനെങ്കിൽ, അവിടുന്ന് പരിശുദ്ധാത്മാവാണ് കാര്യസ്ഥനെങ്കിൽ, ഞങ്ങൾ കിടന്നുകൊണ്ട് വിഷമിക്കാതെ അവിടുന്ന് എല്ലാം ഒരുക്കിത്തരും. പക്ഷെ വിശ്വസിക്കാനുള്ള കൃപ തരണം. അവിടുന്ന് കാര്യസ്ഥനാണെന്ന്. ഡ്വെല്ലിങ് ഇൻ അസ്, ഞങ്ങളുടെ കൂടെ നിൽക്കണമേ, മാറി നിൽക്കല്ലേ. പ്രാർത്ഥനയായിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അവിടുന്ന് അത് കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു രക്ഷിതാവ്, നാഥനായിട്ട്, രാജാവായിട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി എൻ്റെ ഭവനത്തിൽ വസിക്കാൻ വന്നുവെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ്. ആ പദവിക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി, സ്തോത്രം. ആമേൻ.